മലകളും മഞ്ഞും പച്ചപ്പും നമ്മളെ തലോടുന്ന പോലെ തഴുകിപ്പോകുന്ന മേഘങ്ങളും നിറഞ്ഞ അതിമനോഹരമായ ഹിൽ സ്റ്റേഷൻ പൊന്മുടി. ഇന്ന് നമുക്ക് പൊന്മുടിയുടെ കാഴ്ചകളിലേക്ക് പോകാം. എല്ലാവർക്കും ട്രൈഡ് ഫാമിലിയിലേക്ക് സ്വാഗതം. പൊന്മുടിയുടെ പ്രവേശന കവാടം കല്ലാർ പാലം. പോകുന്ന വഴിയിൽ സിഗ്നൽ കാണാം. സമയം വൈകിയതിനാൽ ഞങ്ങൾ കയറിയില്ല. ഇതാണ് കല്ലാർ, പൊന്മുടിയിലേക്കുള്ള ഗേറ്റ് വേ. ഇവിടെ എത്തിയാൽ തന്നെ പൊന്മുടിയുടെ വൈബ് കിട്ടിത്തുടങ്ങും. വെള്ളത്തിലിറങ്ങാൻ പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നുമില്ല. വേനൽക്കാലമായതിനാൽ വെള്ളം കുറവാണ്. ഇവിടെ കല്ലാർ ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് എടുക്കണം. അതിനുശേഷമാണ് പൊന്മുടിയിലേക്ക് കയറാൻ അനുവദിക്കുന്നത്. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയും ക്യാമറയ്ക്ക് 70 രൂപയും കാറിനും ബൈക്കിനും വേറെ ചാർജും ഉണ്ടാകും. 22 ഹെയർപിൻ ബെൻഡുകൾ കയറിയാൽ ടോപ്പിലെത്താം. ഈ കാണുന്ന ചെക്ക് പോസ്റ്റിലാണ് താഴെ നിന്നും എടുത്ത പാസ് കാണിക്കേണ്ടത്. പൊന്മുടി ജനവാസ മേഖലയിലേക്കാണ് ആദ്യം പോകുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. ഇതാണ് പൊന്മുടി ക്രിസ്ത്യൻ പള്ളി. പൊന്മുടി സ്കൂളിലെത്താൻ ഈ കാണുന്ന തോട് കടന്നു വേണം പോകാൻ. ശരിക്കും പൊന്മുടിയുടെ ഭംഗിയോട് ഒത്തുചേർന്നതാണ് പൊന്മുടി ഗവൺമെന്റ് UP സ്കൂൾ. ഈ കാണുന്നതാണ് പൊന്മുടി ടീ ഫാക്ടറി. ഇപ്പോഴും പ്രവർത്തനമുണ്ട്. പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ അകത്ത് കയറി കാണാം. കുറച്ച് മുകളിലത്തെ വ്യൂ ആണിത്. ഇവിടെ നിന്നാൽ ടീ ഫാക്ടറി ഫുൾ വ്യൂവും സ്കൂളും ചർച്ചും എല്ലാം ഒരുമിച്ച് കാണാം. ടോപ്പിലേക്ക് പോകേണ്ട വഴിയിൽ നിന്ന് വലത്തേക്ക് പോയപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. നേരെയുള്ള വഴിയാണ് ടോപ്പിലേക്കുള്ളത്. ഭാരതീയ ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക വിദ്യാപീഠമാണ് ഈ കാണുന്നത്. പൊന്മുടിയുടെ മറ്റൊരു ആകർഷണമാണ് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പൊന്മുടി പോലീസ് സ്റ്റേഷൻ. പൊന്മുടിയിലേക്ക് വരാൻ നിരവധി KSRTC സർവീസുകൾ അവൈലബിൾ ആണ്.
വളവൊക്കെ കയറി മുകളിലെത്തുമ്പോൾ കിട്ടുന്ന വ്യൂ ആണ് പൊന്മുടിയുടെ മെയിൻ ഹൈലൈറ്റ്. പൊന്മുടിയിലെ ഈ കഫറ്റീരിയ ചെറിയ സെറ്റപ്പ് ആണെങ്കിലും നല്ല വൈബുള്ള സ്ഥലമാണ്. പുറത്തൊക്കെ തണുത്ത കാറ്റ് അടിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് ഒരു ചായയോ കാപ്പിയോ കുടിക്കാൻ നല്ല ഫീലാണ്. യാത്ര കഴിഞ്ഞ് കുറച്ചു നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണ്. ഇതാണ് പൊന്മുടി ടോപ്പ്. ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വരുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നല്ലൊരു റിലാക്സേഷനാണ്. അവസാനം പൊന്മുടിയുടെ ഈ ടോപ്പിൽ എത്തുമ്പോൾ കിട്ടുന്ന ആ വ്യൂ തന്നെയാണ് ഈ യാത്രയുടെ ബെസ്റ്റ് പാർട്ട്. ചുറ്റും മലകളും പച്ചപ്പും ഇടയ്ക്കിടെ വരുന്ന മഞ്ഞും ഒക്കെ കൂടി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. മുകളിലെ തണുത്ത കാറ്റും ആ സൈലൻസും ഒക്കെ കൂടിയാകുമ്പോൾ കുറച്ചു നേരം അവിടെ തന്നെ ഇരിക്കാനാണ് തോന്നുക. പൊന്മുടിയിലേക്ക് കയറാനുള്ള സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ്. ഈ കാണുന്നതാണ് ഗവൺമെന്റ് റെസ്റ്റ് ഹൗസ്. ഇവിടെ കുറഞ്ഞ നിരക്കിൽ താമസം അവൈലബിൾ ആണ്.
പൊന്മുടിയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.